എഫക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ താന്ത്രിക് ഹീലിങ്ങിനാണ്, പെട്ടെന്ന് എഫക്റ്റീവ്. മറ്റേത് കുറേ സിറ്റിംഗ് ചെയ്യേണ്ടി വരും. വീടിനും എനർജി ഉണ്ട്. ചില വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരുമാതിരി എനർജി ആയിരിക്കും, ഒരു നെഗറ്റീവ് ഫീൽ. ചില സ്ഥലത്തേക്ക് കയറുമ്പോൾ ഉറക്കമില്ലാത്തവരുടെ ചിലപ്പോൾ ഉറക്കമില്ലാത്തതിൻ്റെ റീസൺ ഒരുപാട് സ്ട്രെസ് ആയിരിക്കും, സ്റ്റബേൺ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും, മാറ്റാൻ പറ്റാത്ത കമ്പൽസീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും ചിലവർക്ക് സപ്രസ്ഡ് ഇമോഷൻസ് ഒരുപാട് ഉണ്ടാവും. സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഒരുപാട് അടക്കി വെക്കില്ല. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതുകൊണ്ടാണെന്ന്. എൻ്റെ ചക്രങ്ങളിൽ നിന്ന് തന്നെ എനർജി എടുത്തിട്ട് ചെയ്യണം. അതെങ്ങനെയാണ്? നമ്മൾ ചക്രങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ എനർജി ആവാഹിച്ച് റേക്ക് ചെയ്യുന്നില്ലേ, അതേപോലെ വേറൊരു തരത്തിലുള്ള ഒരു ഹീൽ. പിന്നെയാണ് നമ്മൾ ഇപ്പോൾ ആസ്ട്രൽ ബീയിങ്സുമായിട്ട് കണക്ട് ചെയ്ത് മന്ത്രങ്ങളിലൂടെ തന്ത്ര ഉപയോഗിച്ച് ഹീൽ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അത്രയ്ക്ക് പവർഫുൾ ആണ് ലോ ഓഫ് അട്രാക്ഷൻ. മുഹൂർത്തങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് ആകുമോ? സക്സസ് ആവുമെന്നാണ് വിശ്വാസം. പക്ഷെ എല്ലാം സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ശകുനങ്ങൾ ഒരു സൈക്കോളജിക്കൽ കാര്യമായിട്ടാണ്, ഒരു സൂപ്പർസ്റ്റിഷനാണ് ശകുനം. പക്ഷെ പ്രപഞ്ചം തരുന്ന ഒരുപാട് സയൻസ് കണ്ടിട്ടില്ലേ നമ്മൾ? ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ നമ്മൾ ചിലവർ 22222 അല്ലെങ്കിൽ 1111, ഇതൊക്കെ ഒരു ഏഞ്ചൽ നമ്പേഴ്സാണ്. ഇത് ശകുനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പല കാര്യങ്ങൾക്കും നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ്, നമുക്ക് സ്പിരിച്വലി നമ്മൾ ഉയരും തോറും ഒരാൾ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ വിഷുക്കണി, എന്താണ് വിഷുക്കണി എന്ന് പറയുമ്പോൾ അന്ന് പോയി സമൃദ്ധി അല്ലേ നമ്മൾ? അതെ. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സമൃദ്ധി. കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാവത്തോടു കൂടി ആ സമൃദ്ധിയെ കാണുമ്പം ആ സമൃദ്ധി വരും എന്നുള്ള സങ്കല്പത്തിലാണ് അത് വരിക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനകത്തും ഇതേ തിയറി തന്നെയാണ്. വാട്ട് യു സീ, വാട്ട് യു ഫീൽ, യു ബിക്കം. പക്ഷെ തെറ്റ് പറ്റുന്ന വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷെ നമ്മൾ ഫീൽ ചെയ്ത് കണ്ട് ചിന്തിക്കുന്നതെല്ലാം നമുക്ക് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അത്രയ്ക്ക് പവർഫുൾ ആണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ മുഹൂർത്തങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് എടുക്കുന്നതാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ശാന്തി മുഹൂർത്തം, വീട് വെക്കുന്നതിന് മുമ്പിട്ട് പാല് കാച്ചിന് വേണ്ടി ഒരു മുഹൂർത്തം, പിന്നെ ഇപ്പം കുട്ടികളെ ഇന്ന ഡേറ്റിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് സിസേറിയനൊക്കെ ചെയ്ത് കുട്ടികളെ ആ ഒരു മുഹൂർത്തത്തിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ഈ മുഹൂർത്തങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്താണ്? മുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുഹൂർത്തം. പക്ഷെ നമ്മൾ പണ്ടത്തുള്ള ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ മഹാഭാരതത്തിൽ പോലും പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മുഹൂർത്തം നോക്കുന്ന ഒരു പതിവുണ്ട്. അത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നല്ല പവർഫുൾ ടൈമാണെന്ന് മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്, ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള മുഹൂർത്തത്തിനെ കുറിച്ച് ഇന്ന മുഹൂർത്തത്തിൽ ഇത് ചെയ്താൽ നല്ലതാണ്, ഇന്ന മുഹൂർത്തത്തിൽ ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചര്യ ഫോളോ ചെയ്യുന്നതാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അപ്പോൾ മുഹൂർത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ് ആകുമോ? സക്സസ് ആവുമെന്നാണ് വിശ്വാസം. പക്ഷെ എല്ലാം സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മുഹൂർത്തങ്ങൾ നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ശകുനങ്ങളുണ്ടല്ലോ, മുഹൂർത്തങ്ങൾ പോലെ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഇന്ന ശകുനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് മോശമായിരിക്കും, ഇന്ന ശകുനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും. ഇപ്പോൾ ഒരു ഇറങ്ങാൻ പോവുകയാണ്, അപ്പോൾ എല്ലാവരും ശകുനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ശകുനങ്ങൾ ശരിയാണോ? പേഴ്സണലി ഞാൻ അതിൽ വിശ്വസിക്കാത്ത ആളാണ്. ശകുനങ്ങൾ ഒരു സൈക്കോളജിക്കൽ കാര്യമായിട്ടാണ്, അതൊരു സൂപ്പർസ്റ്റിഷനാണ് ശകുനം. പക്ഷെ നമുക്ക് പ്രപഞ്ചം തരുന്ന ഒരുപാട് ശകുനങ്ങളുണ്ട്, പ്രപഞ്ചം തരുന്ന ഒരുപാട് സയൻസ് ഉണ്ട്. കണ്ടിട്ടില്ലേ നമ്മൾ? ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ നമ്മൾ ചിലവർ 22222 അല്ലെങ്കിൽ 1111, ഇതൊക്കെ ഒരു ഏഞ്ചൽ നമ്പേഴ്സാണ്. ഇത് ശകുനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പല കാര്യങ്ങൾക്കും നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സ്, നമുക്ക് സ്പിരിച്വലി നമ്മൾ ഉയരും തോറും ഒരാൾ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ഈ നമ്പറുകൾ കാണാറുണ്ട്, അപ്പം ഞാൻ സൈക്കോളജിക്കലി ഉയർന്നിരിക്കുവാണ്. പക്ഷെ ആക്ച്വലി പല എക്സ്പ്ലനേഷനും ഇതിനുണ്ട്. പക്ഷേ ഈ എക്സ്പ്ലനേഷനൊന്നും സത്യം പറയുകയാണെങ്കിൽ നമുക്കിത് എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ആൾക്കാരുണ്ടാക്കിയ എക്സ്പ്ലനേഷനാണ് ഇതാണ് അതാണ്. ഇതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു സൈനാണ് എന്ന് മാത്രം. അതൊരു പോസിറ്റീവ് സൈനാണ്. നമ്മൾ സ്പിരിച്വലി ഉയരുന്നവരാണ് ഇത് കാണുന്നത് കൂടുതൽ. സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 3:33, 4:44
ഇതൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ വിഷസ് പറയാൻ ടൈമുള്ളൂ. ഇപ്പം 11 അത് ആൾക്കാർ ഉണ്ടാക്കിയതാണ്. ഓരോ ഇന്റർപ്രിട്ടേഷൻസ് ആണ് അതിന്റെ. അത് ഇതെല്ലാം നമ്പർ വരുന്നത് 11 ഒരു ഡോറാണെന്നും പറയുന്നുണ്ട്. 11 എന്ന് പറയുമ്പോൾ ഒരു ഡോറാണ്, ഒരു സ്പിരിച്വൽ വേറൊരു അടുത്ത സ്റ്റെപ്പായി എന്നുള്ളൊരു ഇതും കൂടെ പറയുന്നുണ്ട്. അതെല്ലാം ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഇതൊരു പ്രപഞ്ചത്തിന്റെ സൈനാണെന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത്. ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ അല്ല. എന്നാലും ആളുകൾ ഇതെല്ലാം വിശ്വസിക്കാറുണ്ട്. അപ്പം ശകുനം നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ശകുനം നന്നായില്ലെങ്കിൽ അവരുടെ അന്നത്തെ ദിവസം സിനിമ തന്നെയല്ലേ ഇപ്പൊ സദാനന്ദന്റെ സമയം. അങ്ങനെ ഒരുപാട് അതിൽ ഒരു സൂപ്പർസ്റ്റിഷൻ ആയിട്ട് കരുതേണ്ട ഒരു കാര്യമാണത് സത്യത്തില്. അല്ല, അപ്പൊ ഈ ശകുനങ്ങൾ പോലെ തന്നെയല്ലേ ഈ മുഹൂർത്തങ്ങളും? അതിനെ നമ്മൾ സൂപ്പർസ്റ്റിഷൻ ആയിട്ടല്ലേ കരുതേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുഹൂർത്തങ്ങൾ, എല്ലാ മുഹൂർത്തങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. പക്ഷെ ഇപ്പൊ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ നമുക്ക് സയന്റിഫിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ പണ്ട് കാലത്ത് ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ മുഹൂർത്തങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പല ഗ്രന്ഥങ്ങളിലും, ഈവൻ പല ആത്മീയ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് നമുക്കൊരിക്കലും അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഹൂർത്തങ്ങളെ കുറിച്ച് ഞാൻ ആ രീതിയിൽ പറയുന്നത്. ചില ഈ ഹീലിങ് ഒരുപാട് പേര് ഇന്ന് ഒരുപാട് ആളുകളെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവർക്കും ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഹീലർമാരെ ഒരുപാട് പോയി കാണുന്നത്. അതുകൊണ്ട് ഇപ്പം ഹീലർമാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹീല് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്? അതായത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഓറ ബോഡി ഉണ്ട്. ഓറയിനകത്ത് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഈവിളായി ദൃഷ്ടിദോഷം. അപ്പോൾ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതൊരു സൂപ്പർസ്റ്റിഷനാണ്. പക്ഷെ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് സൂപ്പർസ്റ്റിഷൻ അല്ല. നമ്മുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം തുടങ്ങുന്നതിന് ഒരു 10 പേരെടുത്ത് പറയുമ്പോൾ ചില ബ്ലോക്സുകളൊക്കെ നമുക്ക് വരുന്നതായിട്ട് തോന്നാം. വീടിനും എനർജി ഉണ്ട്. ചില വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരത്തെ എനർജി ആയിരിക്കും. ചില സ്ഥലത്തേക്ക് കയറുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ചില വ്യക്തികളെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ മൈൻഡഡ് ആവും. ഇതെല്ലാം ഓറയിൽ വരുന്നതാണ്. ഈ ഓറയാണ് നമ്മൾ ഹീലിംഗിൽ ക്ലെൻസ് ചെയ്യുന്നത്. ഈ ഹീലിംഗിൽ ക്ലെൻസ് ചെയ്യുന്ന പല പല ഹീലിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ റെയ്ക്കി പഠിപ്പിക്കുന്നുണ്ട്. റെയ്ക്കി എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും LKG ലെവലാണ് റെയ്ക്കി. ഏറ്റവും ഉയർന്ന ഹീലിംഗ് താന്ത്രിക് ഹീലിംഗ് ആണ്. താന്ത്രിക് ഹീലിംഗിലാണ് നമ്മൾ ഈ സൂക്ഷ്മ എനർജീസിനെ വിളിക്കുന്നത്. അത് ചെയ്യുമ്പോൾ ഈ ഓറ റെയ്ക്കിയിലാണെങ്കിലും പ്രാണിക് ഹീലിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഈ ഓറയിലുള്ള പല പല പൊല്യൂട്ടൻസിനെയും അത് മാറ്റും. അപ്പോൾ എന്താണോ ഇപ്പോൾ ദൃഷ്ടിയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ പോലും ഈ ഓറയിലുള്ള പല കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മാറ്റുന്നത് വഴി അവരുടെ ഒരു കുറച്ച് ദിവസം, ഇപ്പോൾ ഇന്ന് ഹീൽ ചെയ്യുകയാണെങ്കിൽ നാളെ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇന്ന് ഹീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിഞ്ഞു തുടങ്ങും. നമ്മളിപ്പോ ഇന്ന് ഹീൽ ചെയ്യണമെന്ന് വെച്ചോ, പിന്നെ അടുത്ത ദിവസങ്ങൾ വീണ്ടും ഹീൽ ചെയ്യേണ്ടി വരുമോ? ആ ഒരു ഗ്ലിംസിങ് കൂട്ടാൻ വേണ്ടി ഇപ്പോൾ റെയ്ക്കി അങ്ങനെയുള്ളത് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ താന്ത്രിക് ഹീലിംഗ് ഒക്കെ ചെയ്യണം ഒറ്റവട്ടം ചെയ്താൽ മതി, വേണ്ടത് പിന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഊർജ്ജം ഉണ്ടായി വരുമോ? ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാൻ പറ്റും അത് ചെയ്യുമ്പോൾ. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, മൈൻഡിൽ ചേഞ്ചസ് ഉണ്ടാവും, തോട്ട്സ് നിൽക്കും. പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇല്ലാത്ത എല്ലാ തോട്ട്സും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹീലിംഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തോട്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറങ്ങാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങാൻ സാധിക്കും. ഉറക്കമില്ലാത്തവരുടെ ചിലപ്പോൾ ഉറക്കമില്ലാത്തതിൻ്റെ റീസൺ ഒരുപാട് സ്ട്രെസ് ആയിരിക്കും, സ്റ്റബേൺ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും, മാറ്റാൻ പറ്റാത്ത കമ്പൽസീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും ചിലവർക്ക് സപ്രസ്ഡ് ഇമോഷൻസ് ഒരുപാട് ഉണ്ടാവും. ഇപ്പം സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഒരുപാട് അടക്കി വെക്കില്ല. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതുകൊണ്ടാണെന്ന്. പക്ഷെ അതൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹീലിങ്ങിൽ ഇങ്ങനെയുള്ള സപ്രസ്ഡ്, അതുകൊണ്ടാണ് ഹീലിംഗ് ചെയ്യുമ്പോൾ ചിലവർ കരയും, ചിലവർ ഷിവർ ചെയ്യും, ചിലവർ ഭയങ്കരമായിട്ട് ചിരിക്കും. ഇതിൻ്റെ എല്ലാം റീസൺസ് ഇതാണ് മെയിനായിട്ട്. ഈ സപ്രസ്ഡ് ഇമോഷൻസിനെ ഇത് അഡ്രസ്സ് ചെയ്യും ഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഉറക്കമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കെല്ലാം ഹീല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും, മാറ്റാൻ പറ്റും. ക്ലിനിക്കലി എന്തെങ്കിലും അസുഖങ്ങൾ, സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നതെങ്കിൽ മാറ്റാൻ പറ്റില്ല. അല്ലാതെയുള്ള റീസൺസ്, സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ടാണ് ഇതുണ്ടാവുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഈ ഹീലിംഗ് എത്ര മെത്തേഡുകളുണ്ട്?
ഹീലിംഗിൽ ഒരുപാട് പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഹീലിംഗിൽ ഇപ്പം നമ്മളുടെ എനർജി തന്നെ എടുത്ത് ഹീൽ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ജേണിയിൽ ഞാൻ ആദ്യം പഠിച്ച മെത്തേഡ് എന്ന് പറയുന്നത്, എൻ്റെ ഗുരു ആദ്യം ഇനിഷ്യേറ്റ് ചെയ്ത് എൻ്റെ തന്നെ ചക്രങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് ഹീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. സെൽഫ് ഹീലിംഗ്. സെൽഫ് ഹീലിംഗ് അല്ല, എൻ്റെ ചക്രങ്ങളിൽ നിന്ന് തന്നെ എനർജി എടുത്തിട്ട് ചെയ്യണം. അതെങ്ങനെയാണ്? നമ്മൾ ചക്രങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ എനർജി ആവാഹിച്ച് ഇപ്പോൾ റേക്കി ചെയ്യുന്നില്ലേ, അതേപോലെ വേറൊരു തരത്തിലുള്ളൊരു ഹീലിംഗ്. പിന്നെയാണ് നമ്മൾ സൂക്ഷ്മ ഇപ്പോൾ ആസ്ട്രൽ ബീയിങ്സുമായിട്ട് കണക്ട് ചെയ്ത് മന്ത്രങ്ങളിലൂടെ തന്ത്ര ഉപയോഗിച്ച് ഹീൽ ചെയ്യുക. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് അതാണ് കൂടുതലായിട്ട്. മറ്റേതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് എന്താ പറയുക, ഒരു എനർജി ഡ്രെയിനേജ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളുടെ തന്നെ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. പക്ഷെ മറ്റേത് ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ ഹീലിംഗ് ഏതാണോ ഒരാൾക്ക് വേണ്ടത് എന്ന് അയാൾ തന്നെ തീരുമാനിക്കണം. കാരണം എല്ലാ മെത്തേഡും നല്ലതാണ്, പക്ഷേ എഫക്റ്റീവ്നെസ് ഏറ്റവും കൂടുതൽ താന്ത്രിക് ഹീലിങ്ങിനാണ്. പെട്ടെന്ന് എഫക്റ്റീവ്. മറ്റേത് കുറേ സിറ്റിംഗ് ചെയ്യേണ്ടി വരും.